വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ശർക്കര ജിലേബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ആവശ്യമുണ്ട്. ഇത് ഫുള്ള് നമുക്ക് ആവശ്യമില്ല, മാവൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉഴുന്നും ചോറും കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിൽ വന്നിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്താലേ നമുക്കിതൊരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ഉഴുന്നും വെള്ളവും ചോറും കൂടി അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് സോഡപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സോഡപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യുക. അരിപ്പൊടി ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ മാവ് കുറുക്കാനും പിന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്തതൊരു നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവ് വരേണ്ടത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ശർക്കര യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. കൂടുതൽ ശർക്കരപ്പാനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര യൂസ് ചെയ്താൽ മതി. അത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി അതിലെന്തെങ്കിലും വേണ്ടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ ഉള്ള മാവ് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു രൂപത്തിലാക്കി എടുത്തിട്ട് 2 സൈഡും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റെങ്കിലും ഈ ശർക്കരപ്പാനിയിൽ ഓരോന്നും ഇട്ട് വെക്കണം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.